പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഗുണ്ടയാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്ന് PV അൻവർ MLA. DCC പ്രസിഡന്റിന്റെ നെറ്റിപ്പട്ടവും ചുറ്റി ഷിയാസിനെ ഇരുത്തിയിരിക്കുകയാണ്. 2015 ഹോട്ടൽ പൊളിക്കാൻ കൊട്ടേഷൻ വാങ്ങിയ ആളാണ് ഷിയാസ് എന്നും അദ്ദേഹം ആരോപിച്ചു. ഹോട്ടൽ ഒഴിഞ്ഞുകൊടുക്കാത്തതുകൊണ്ട് മെട്രോയ്ക്ക് കൈമാറാനായില്ല. മെട്രോ തൊഴിലാളികളുടെ വേഷത്തിലെത്തി ഹോട്ടലുകാരെ ക്രൂരമായി മർദ്ദിച്ചു. ഇതിനൊത്താശ ചെയ്തു കൊടുത്തത് അന്നത്തെ IG MR അജിത് കുമാറാണ്. CIയെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഷിയാസിനെ കേസിൽ പ്രതി ചേർത്തിരുന്നില്ല. അന്നു മുതൽ ഷിയാസിന് അജിത് കുമാറുമായി ബന്ധമുണ്ട്. തനിക്കെതിരായ കൊട്ടേഷന് പിന്നിൽ വി.ഡി. സതീശന്റെയും അജിത് കുമാറിന്റെയും ഗൂഢാലോചനയുണ്ടെന്നും അൻവർ പറയുന്നു. പീഡന പരാതി പിൻവലിക്കാൻ DCC സെക്രട്ടറിയായ വനിതാ നേതാവിനെ ഭീഷണിപ്പെടുത്തി. പാർട്ടി കോടതിയാണ് പീഡന പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയതെന്നും PV അൻവർ MLA ആരോപിച്ചു. ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് താൻ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ പരാതി തയ്യാറാക്കി കഴിഞ്ഞെന്നും PV അൻവർ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയോ ദൂതൻ മുഖേനയോ പാർട്ടിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൃത്യമായ തെളിവുകൾ ഉൾപ്പെടുത്തിയാണ് പരാതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നും PV അൻവർ പറഞ്ഞു. കൊച്ചിയിൽ വന്നാൽ അൻവർ തിരിച്ചു പോകില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരുന്നത്. അൻവർ വർഗീയവാദിയും മതരാഷ്ട്രവാദിയുമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു സ്വകാര്യ ചാനലിൽ പരാമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ജയശങ്കർ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ചില്ല എങ്കിൽ കക്കൂസ് മാലിന്യത്തിൽ കുളിപ്പിക്കുമെന്ന് അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെ പറയുകയുണ്ടായി. ഇതിന് പിന്നാലെയായിരുന്നു മുഹമ്മദ് ഷിയാസ് അൻവറിനെതിരെ രംഗത്തെത്തിയത്. ഓണാശംസകൾ നേർന്നുകൊണ്ട് PV അൻവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പും വൈറലാകുകയാണ്. സതുദ്ദേശത്തോടെ സമീപിച്ച ഒരു വിഷയത്തെ വർഗീയതയുടെ നിറം നൽകി റദ്ദു ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നായിരുന്നു അൻവർ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ മുമ്പിൽ ഉണ്ടായാലും അതിനെയൊക്കെ അവഗണിച്ച് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. വർഗീയവാദി ചിത്രീകരണം കൊണ്ടൊന്നും ഒരടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. പുഴുക്കുത്തുകൾ പുറത്താകും വരെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി തന്നെ ഇവിടെ ഉണ്ടാകും. എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം വരും, അധികം വൈകാതെ തന്നെ എന്ന പ്രതീക്ഷ പങ്കിട്ടുകൊണ്ടായിരുന്നു ഓണാശംസകളോടെ ആ ഫേസ്ബുക്ക് കുറിപ്പ് അൻവർ അവസാനിപ്പിച്ചത്.